വാളകത്തെ രഹസ്യമുറിയിൽ ആരായിരുന്നോ, ആരൊക്കെയായിരുന്നു? ഇതാണ് വളരെ കൃത്യമായി നമ്മൾ പുറത്തുവിടുന്ന ചില വിവരങ്ങൾ. ബിന്ദു മേനോൻ എന്ന് പറയുന്ന രണ്ടാമത്തെ യുവതിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഡോക്ടർ യാമിനി തങ്കച്ചിയെ ആദ്യം കല്യാണം കഴിച്ചപ്പോൾ യാമിനി തങ്കച്ചിക്ക് വാളകത്ത് പോകാൻ അവസരമുണ്ടായിരുന്നു. എന്നാൽ വാളകത്ത് വീട്ടിൽ ബിന്ദു മേനോൻ അങ്ങനെ പോയിട്ടില്ല. വളരെ കുറച്ചേ പോയിട്ടുള്ളൂ. ബിന്ദു മേനോനെ പോകാൻ അനുവദിച്ചിട്ടുമില്ല. ബിന്ദു മേനോൻ കൂടുതലും അവരുടെ വീട്ടിലും തിരുവനന്തപുരം മന്ത്രി ഓഫീസിലൊക്കെ വേണം. അപ്പോൾ അവിടെ ഈ വാളകത്തെ രഹസ്യമുറിയിൽ ആരോ ഒരാൾ, ആരെന്ന് നമുക്കറിയാം, നമ്മൾ പറയുന്നില്ല, ഒരാൾ ഒറ്റ കൊടുത്തു. ബിന്ദു മേനോനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ഒരു മെസ്സേജ് അയക്കുന്നു, വാളകത്തേക്ക് അടിയന്തരമായിട്ട് വരണം, അവിടെ ചില അവിഹിതങ്ങൾ നടക്കുന്നു. രഹസ്യമുറിയിൽ ആളുകൾക്ക് മന്ത്രിയുണ്ട്, മന്ത്രിയോടൊപ്പം സ്ത്രീ ഉണ്ട്, വനിതയുണ്ട്. അങ്ങനെ ചെന്നപ്പോഴാണ് രണ്ട് കഥ പ്രചരിക്കുന്നുണ്ട്. ഒന്ന്, ഒരമ്മയും മകളും അവിടെ ചെന്നുവെന്നും അവരെ കൈകാര്യം ചെയ്യാൻ ഗണേഷ് ശ്രമിച്ചു എന്നൊരു കഥ. എന്നാൽ ആ കഥയേക്കാൾ കൂടുതൽ ഉപോത്ബലകമായ, കൂടുതൽ വിശ്വസനീയമായ മറ്റൊരു കാര്യം കൂടി വന്നിട്ടുള്ളത്, NSSൻ്റെ ഭാഗത്തു നിന്ന് ഗണേഷിനെ മാറ്റിയത് 11 പേർ ഭൂരിപക്ഷമുള്ളവർ പറഞ്ഞത് കൊണ്ടല്ല, അല്ലെങ്കിൽ ആ 11 പേരെ കൊണ്ട് സുകുമാരൻ നായർ പറയിച്ചതാണ്. അവിടെ പത്മ കഫേയുടെ അഴിമതിയൊക്കെ ചെറിയ വിഷയമാണ്. പത്മ കഫേയിൽ എന്ത് അഴിമതി? അവിടെ എല്ലായിടത്തും ഒക്കെ അഴിമതി നടക്കുന്ന ഈ നാട്ടിൽ പത്മ കഫേയിൽ അഴിമതി, അവർക്കും കൂടി പങ്ക് കിട്ടിയിരുന്നെങ്കിൽ തീരാവുന്ന അഴിമതിയല്ലേ ഉള്ളൂ. അവിടെ വിഷയം അതല്ല. ഈ ഭരണത്തിൽ സ്വാധീനമുള്ള, വളരെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവിൻ്റെ അടുത്ത ബന്ധുവായിട്ടുള്ള NSSൻ്റെ ഒരു പ്രധാന നേതാവ്, ഞങ്ങൾക്ക് നേതാക്കളെ പേരെല്ലാം അറിയാൻ കാര്യങ്ങൾ, പക്ഷെ അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം നായർ സർവീസ് സൊസൈറ്റി വലിയൊരു സംഘടനയാണ്, ഗണേഷ് മന്ത്രിയാണ്. അപ്പോൾ അത് നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, പറയുന്നത് ശരിയല്ല. ഞങ്ങളുടെ ചാനലിന് അങ്ങനെ ഒരു തത്വമില്ല, ഇതൊരു മസാല ചാനലല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം മലയാളി. ബാക്കി നിങ്ങൾ തിരക്കി എടുത്തോളൂ. ഒരു NSSൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ, അതായത് ഭരണവുമായി അടുത്ത് നിൽക്കുന്ന ഒരു നേതാവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ളൊരു നേതാവ്, NSSൻ്റെ നേതാവ്, ആ നേതാവിൻ്റെ വളരെ അടുത്ത മകൾ എന്നാണ് പറയുന്നത്, മകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ പ്രണയകഥയും വരുന്നുണ്ട്. ഇത് NSSൻ്റെ തലപ്പത്തെത്തുകയും സുകുമാരൻ നായർ ഗണേഷിനോട് ഇത് പറ്റില്ല, ഇങ്ങനത്തെ കളികളൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ സ്ത്രീകൾ 4000 5000 ഒക്കെ വേണമെങ്കിൽ അത് വേറെ കിട്ടുന്ന ഫീൽഡുകളുണ്ട്, അവിടെയൊക്കെ പോയി നോക്കണം, അല്ലാതെ ഇതിലേക്ക് വിട്ടേക്കുക, നമ്മളെ ആളുകളെ വിട്ടേക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രണയത്തിന് അങ്ങനെ ഉണ്ടോ? ഒരാളാസ്തി പിടിച്ചു പോയാൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു പോയാൽ, പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടില്ലായിരുന്നു. ഈ 4000 പേരും 5000 പേരും പ്രണയിച്ചു എന്നല്ല, 5000 പ്രണയം ഉണ്ടെന്ന് പറയുമ്പോൾ, ഗണേഷ് ഇങ്ങനെ പറയുമ്പോൾ ഗണേഷിനോട് 5000 പേർക്ക് പ്രണയമില്ല. ഗണേഷ് ഒരാളിനെ പ്രണയിക്കാൻ ശ്രമിക്കുന്നു, പിന്നെ അവരെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, അവരെ വാളകത്തെത്തിക്കാൻ ശ്രമിക്കുന്നു, കാര്യം കളയുന്നു, അവിഹിതമായ കാര്യങ്ങളും വിഹിതമായ കാര്യങ്ങളൊക്കെ കഴിയുന്നു, അടുത്ത ആളിലേക്ക് പോകുന്നു. അല്ലാതെ പൂമ്പാറ്റയെ പോലെ പറന്ന് നടക്കുന്നു എന്നുള്ളതല്ലാതെ 5000 പ്രണയിനികളുള്ള കാര്യം. ഏതെങ്കിലും സ്ത്രീകൾ മറ്റൊരാൾ ഒരേ സമയം ഒരുപാട് പ്രണയിനികളുണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ത്രീകൾ പ്രണയിക്കാൻ വരും? അങ്ങനെ ആരെങ്കിലും പ്രണയിക്കൂ? അങ്ങനെയൊന്നും പ്രണയമൊന്നുമില്ല. പ്രണയം ഒൺ ടു ഒൺ ഏർപ്പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗണേഷ് കാണിച്ച ശുദ്ധമായ തെമ്മാടിത്തരത്തെ 2 രീതിയിലാണ് പറ്റിയത്. ഗണേഷിന് അബദ്ധം പറ്റിയത്. ഒന്ന്, വാളകം വീട്ടിൽ ഗണേഷ് വന്നപ്പോൾ അവിടെ ഗൺമാനും ഡ്രൈവറുമൊക്കെ കാവൽ നിന്നുകൊണ്ട് അവിടെ ഗണേഷിൻ്റെ രഹസ്യമുറിയിലേക്ക് ആളുകൾ കയറിപ്പോയി, മുറിയിലേക്ക് വനിത കയറിപ്പോയി എന്നൊരു മെസ്സേജ് ബിന്ദു മേനോന് വളരെ രഹസ്യമായി ലഭിക്കുന്നു. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ NSSൻ്റെ വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവിൻ്റെ മകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ഉപശാല കഥ പുറത്ത് കേൾക്കുന്നുണ്ട്. ഇത് സുകുമാരൻ നായരുടെ ചെവിയിൽ വരികയും അദ്ദേഹം പറഞ്ഞു, ഇത് ചെയ്യാൻ പറ്റില്ല, ഈ പണി നടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, അത് ഗണേഷ് എൻ്റെ സ്വന്തം കാര്യമാണ്, വ്യക്തിപരമായ കാര്യമാണെന്നുള്ള നിലയിൽ അദ്ദേഹം നീങ്ങിയപ്പോഴാണ് എങ്കിൽ പണി കൊടുക്കണം എന്ന് പറഞ്ഞ് 8ൻ്റെ പണിയായിട്ട് പത്തനാപുരത്ത് നിന്ന് കയറി വന്നത് എന്നൊരു കഥ പത്തനാപുരത്തെ അകത്തളങ്ങളിൽ അന്തർധാരയായി കറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ശരിതെറ്റുകൾ എന്ത് എന്ന് നമുക്കിപ്പോൾ അറിയില്ല. പക്ഷേ അത് സമൂഹം ചർച്ച ചെയ്യട്ടെ, ജനം ചർച്ച ചെയ്യട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ വിവരങ്ങൾ കിട്ടുന്ന രൂപത്തിൽ പുറത്തു കൊടുക്കുക എന്നുള്ള മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല.
ഈ ഗണേഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ ഒരു കുറ്റവും പറയുന്നില്ല. കാരണം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവർക്ക് 5000 പേരെയോ 10000 പേരെയോ 1,00,000 പേരെയോ പ്രണയിക്കാം. പക്ഷേ പ്രശ്നം അതല്ല. ഗണേഷ് മന്ത്രിയായിരിക്കുമ്പോൾ പൊതുജനങ്ങളുടെ പണം കൂടിക്കൊണ്ട് പൊതുജനങ്ങളുടെ പണത്തിൽ പ്രവർത്തിക്കുന്ന പൊതു കാറിൽ സഞ്ചരിച്ച്, അതായത് മന്ത്രിക്കാറിൽ സഞ്ചരിച്ച്, പൊതുജനങ്ങളുടെ പണം കൂടി കൊടുത്ത് വച്ചിരിക്കുന്ന ഗൺമാനെ വെച്ചുകൊണ്ട്, പൊതുജനങ്ങളുടെ പണത്തിൽ ടാക്സിൻ്റെ പണത്തിൽ ശമ്പളം കിട്ടുന്ന ഡ്രൈവറെ വെച്ചുകൊണ്ട്, ഓഫീസ് സംവിധാനം വെച്ചുകൊണ്ട്, മന്ത്രി ഓഫീസ് സംവിധാനം വെച്ചുകൊണ്ട്, മന്ത്രി എന്ന പദവി വെച്ചുകൊണ്ട്, അതും വളരെ പ്രധാനമാണ്, മന്ത്രി എന്ന പദവി വെച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇങ്ങനെ ചെയ്തത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് പൊതുജന താല്പര്യമുള്ള വിഷയമാണ്. മന്ത്രി അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല, MLA അല്ലെങ്കിൽ കുഴപ്പമില്ല, പൊതുരംഗത്ത് നിൽക്കാത്ത ആളിന് എന്ത് വേണോ ചെയ്യാം. ഇപ്പോൾ പല സിനിമാ നടന്മാരെക്കുറിച്ചും വലിയ നടന്മാരെക്കുറിച്ചും ചെറിയ നടന്മാരെക്കുറിച്ചും സീരിയൽ നടന്മാരെക്കുറിച്ചും നടിമാരെക്കുറിച്ചൊക്കെ എത്രയോ ഗോസിപ്പുകൾ ഇറങ്ങുന്നു. എല്ലാം ശരിയായിരിക്കണമെന്നില്ല, എത്രയോ ഗോസിപ്പുകൾ ഇറങ്ങുന്നു, എണ്ണം വെച്ച് ഗോസിപ്പ് ഇറങ്ങുന്നു. 3000 ആയവരുണ്ടെന്നും 4000 ആയവരുണ്ടെന്നും 5000 ഗോസിപ്പുകൾ എത്രയോ ഇറങ്ങുന്നു. ആരെങ്കിലും ആ ഗോസിപ്പിൻ്റെ പിറകെ പോയി എണ്ണം എടുക്കാൻ പോകാറുണ്ടോ? ഒരാളും പോകാറില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ. ഏതെങ്കിലും സ്ത്രീകൾ പരാതി വന്ന് പറയുന്നത് വരെ അത് പലരും തുടരും, പുരുഷന്മാരൊക്കെ തുടരും, അല്ലെങ്കിൽ സ്ത്രീകൾ തുടരും. അത് വേറൊരു ലോകമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് നമ്മളെ സമയം കളയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ആൾ, സർക്കാരിൻ്റെ സംവിധാനങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നയാൾ, പൊതുഖജനാവിൽ നിന്ന് പണം വാങ്ങുന്നയാൾ, പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് വാങ്ങിയ കാറിൽ സഞ്ചരിക്കുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു മിനിമം കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട് മിസ്റ്റർ ഗണേഷ്. അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും ഗണേഷിൻ്റെ ഈ പ്രവൃത്തി ഒരു കാരണവശാലും ശരിയായില്ല. അത് ബിന്ദു മേനോൻ ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ കോംപ്രമൈസായോ, കൊന്നുകളയോ എന്ന് പറഞ്ഞോ, തട്ടിക്കളയോ എന്ന് പറഞ്ഞോ, പല കഥകളും കേൾക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ വീട്ടിലെ വിഷയം. പക്ഷേ ഇതൊരു പൊതുവിഷയമായി മാറുന്നത് താങ്കൾ മന്ത്രി ആയതുകൊണ്ടാണ്. ഒരു പൊതു താല്പര്യം, ഒരു പൊതുജന താല്പര്യം ഇതിനകത്ത് വരുന്നത്. അത് ഒരു കാരണവശാലും താങ്കൾ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യരുത്. ഇനിയും താങ്കൾ ഈ പദവികളിൽ വരണോ, താങ്കൾ MLA ആയിരിക്കും, അതൊക്കെ പത്തനാപുരത്തുകാർ തീരുമാനിക്കട്ടെ, നമുക്കൊന്നുമില്ല. പല ആളുകളും പറയാറുണ്ട്, ഈ പത്തനാപുരത്തുള്ള ഒരുപാട് റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങളൊക്കെ താങ്കൾ പണിതിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതുവഴി പോയപ്പോൾ കണ്ടായിരുന്നു, പത്തനാപുരം പോലീസ് സ്റ്റേഷൻ്റെ കെട്ടിടം, അവിടുത്തെ ബസ് സ്റ്റേഷൻ്റെ കെട്ടിടം ഒക്കെ താങ്കളുടെ പേരിലാണ് ഇരിക്കുന്നത്, MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത്. അപ്പോൾ താങ്കൾ വികസന രംഗത്ത് ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അത് മാത്രം മതിയോ? നൈതികത, ജനാധിപത്യം, സ്വാതന്ത്ര്യം, ധാർമ്മികത, സത്യസന്ധത, സുതാര്യത, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൊതുജീവിതത്തിൽ ഒരാൾ പാലിക്കേണ്ടതുണ്ട്. അത് പാലിക്കാത്ത ഒരാൾ ജയിക്കണോ വേണ്ടേ എന്നുള്ളത് പൊതുജനം തീരുമാനിക്കട്ടെ. എന്തായാലും താങ്കളുടെ വീട്ടിലെ കഥയനുസരിച്ച് താങ്കൾക്ക് NSSൻ്റെ പദവി നഷ്ടപ്പെട്ടത്, യൂണിയൻ പിരിച്ചുവിട്ടത് പത്മ ഹോട്ടലുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല. താങ്കളുടെ മറ്റുള്ളവർ പറയുന്നത് താങ്കൾക്കത് വിഹിതമാണെന്നാണ് താങ്കൾ പറയുന്നത്. താങ്കളുടെ വിഹിതമാണ് താങ്കൾ ഉപയോഗിക്കുന്നത്. പക്ഷേ മറ്റുള്ളവർക്ക് അത് അവിഹിതം എന്ന് തോന്നുന്ന ആ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. അതിൽ ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, താങ്കളെ ആരോ ഒറ്റുകൊടുത്തു, വാളകം വീട്ടിലേക്ക് ആൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഒറ്റുകൊടുത്തു, 2 NSSൻ്റെ വലിയൊരു നേതാവിൻ്റെ കഥ ഞാൻ പറഞ്ഞു. അതുകൂടി കൊണ്ടാണ് സുകുമാരൻ നായരിൽ നിന്ന് ഇത്തരത്തിൽ കടുത്ത ഒരു നിലപാട് താങ്കൾക്കെതിരെ വന്നത് എന്നാണ് പത്തനാപുരത്ത് നിന്ന് കിട്ടുന്ന പ്രധാന വിശേഷങ്ങൾ.